അപ്പോൾ ഭൂഖണ്ഡങ്ങളിലേതുപോലെ തന്നെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയുമുള്ള വിശാല ഭൂഖണ്ഡ ഭാഗങ്ങളെ ഉപഭൂഖണ്ഡങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പോൾ ഭൂഖണ്ഡങ്ങളിലെ പോലെ തന്നെ സവിശേഷതകളുള്ള വേറൊരു ഭാഗമാണെന്ന് പറയുന്നത് ഉപഭൂഖണ്ഡങ്ങൾ എന്ന് പറയുന്നത് അല്ലേ, ഉപഭൂഖണ്ഡങ്ങൾ എന്ന് പറയുന്നത്. പാമീർ പീഠഭൂമിയാണ് ഏഷ്യ ഭൂഖണ്ഡത്തിലെ തെക്കുഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായി വേറിട്ട് നിർത്തുന്നത്. അപ്പോൾ ഏത് പീഠഭൂമിയാണ്? പാമീർ അല്ലേ. പാമീർ പീഠഭൂമിയാണ് ഏഷ്യ ഭൂഖണ്ഡത്തിലെ തെക്കുഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്ന്, ഏഷ്യ ഭൂഖണ്ഡത്തിൻ്റെ തെക്കുഭാഗത്തെ മറ്റു ഭാഗങ്ങളിൽ നിന്നും വേർതിരിക്കുന്ന ഏത് പീഠഭൂമിയാണ്? പാമീർ പീഠഭൂമിയാണ്. ഉന്നതമായ പർവ്വത ശിഖരങ്ങൾ, വിശാലമായ സമതലങ്ങൾ, മരുഭൂമി പ്രദേശങ്ങൾ, കാഠിന്യമേറിയ ശിലകളാൽ നിർമ്മിതമായ പീഠഭൂമി പ്രദേശങ്ങൾ, തീരസമതലങ്ങൾ, ദ്വീപുകൾ ഇവയൊക്കെ ഉൾപ്പെടുന്നവയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത്? പർവ്വതങ്ങൾ, സമതലങ്ങൾ, മരുഭൂമികൾ, അതുപോലെ തന്നെ പീഠഭൂമി,